ഇഫ് നിങ്ങൾക്ക് ആദിലിനെയും നൂറേയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വേറെ ഒരു വഴിയും ഇല്ലാതെ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന ഒരു ട്രാൻസ് വുമനെയും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. ആദിലുടെ നൂറുടെയും കാര്യം അവിടെ നിൽക്കട്ടെ. ജോലി ഇല്ലാണ്ട് കഷ്ടപ്പെട്ട് ശരീരം വിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ, ട്രാൻസ്ജെൻഡർ ആയാലും മനുഷ്യ സ്ത്രീകളായാലും, അതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. ജോലി ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് എവിടെയും ജോലിയുണ്ട്. ഓക്കെ, ഒബിയസ്ലി ചില കാറ്റഗറിയിൽ ജോലി കിട്ടാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ എനിക്ക് ജോലി ഇല്ലാത്തതിന്റെ പേരിൽ ഞാൻ ശരീരം വിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറയാനുള്ള ബുദ്ധിമുട്ടുള്ള നമ്മുടെ നാട്ടിലില്ല. അസലായിട്ട് തൊഴിലുറപ്പ് എഴുതുന്നുണ്ട്, വീട്ടു ജോലിക്ക് ഇപ്പോഴും ആവശ്യമുണ്ട്, കിട്ടുന്നില്ല, ഒരാൾക്കും കിട്ടുന്നില്ല, പറമ്പിലെ പണിക്ക് ഇവിടെ ആളെ കിട്ടുന്നില്ല. അങ്ങനെയുള്ള പിന്നെ എന്തിനു ശരീരം വിൽക്കണം? ഇനി റിയാസ് സലീം എന്തൊരു ബോറടവും തന്റെ കാണിച്ചു കൂട്ടൽ, പറയാണ്ടിരിക്കാൻ നിവർത്തിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ പോരാ. എന്റെ താനെ ഓരോ ന്യായീകരണങ്ങൾ കണ്ടെത്തും. സെലിബ്രിറ്റീസ് മേക്കപ്പ് ചെയ്യുന്നില്ലേ, ആണുങ്ങൾ മേക്കപ്പ് ചെയ്യുന്നില്ലേ, ഈ പറഞ്ഞ ഞാനടക്കം ചെറുതായിട്ട് ടച്ചപ്പ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ താൻ അങ്ങനെയാണോ? പിന്നെ താൻ എന്തർത്ഥത്തിലാണ് സെലിബ്രിറ്റീസ് മേക്കപ്പ് ചെയ്യുന്നില്ല, ഞാൻ മേക്കപ്പ് ചെയ്താൽ എന്താ പ്രശ്നം? താനൊക്കെ ഓവറാ, താനെല്ലാം കുറച്ച് ഓവറാ. പിന്നെ തന്റെ വ്യക്തിപരമായ ഇഷ്ടമാണ്, താൻ മേക്കപ്പ് ചെയ്ത് നടക്കുന്നതും നടക്കാത്തതും തന്റെ ഇഷ്ടമാണ്, അതിന് ഒരു പ്രശ്നങ്ങളും ഇല്ല. തനിക്ക് എങ്ങനെ വേണമെങ്കിലും നടക്കാം. പക്ഷെ ഇതെടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഈ കാണുന്ന ആൾക്കാർക്ക് പ്രതികരിക്കാനുള്ള അവകാശവും അധികാരം ഉണ്ടെന്നും കൂടി ഒന്ന് നോക്കാം.